ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിംഗ് ഹാബിറ്റ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് നല്ലൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായാലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ റെസ്യൂമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും പല സംശയങ്ങളും പല ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടുന്നുണ്ടാവും. ഒരു പ്രൊഫഷണൽ റെസ്യൂം എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതേപോലെ റെസ്യൂം എങ്ങനെ നല്ല സ്ട്രക്ചറായിട്ട് ബിൽഡ് ചെയ്യാം. പലരും ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ റെസ്യൂം കാര്യങ്ങളെല്ലാം കോപ്പി പേസ്റ്റ് അടിച്ചു അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പല ജോബിനും പലരെയും വിളിക്കുന്നില്ല, പല നോട്ടിഫിക്കേഷൻസും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കൻസ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണ് കോമൺലി HR-ഉം അതേപോലെ റിക്രൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫിൽട്ടർ ചെയ്യുമ്പോൾ 80% റെസ്യൂംസ്, ഒരുപാട് റെസ്യൂംസ് വരുന്ന കമ്പനികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഫിൽട്ടർ ചെയ്ത് പോകും, ബാക്കി 20% അവർ വാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഫിൽട്രേഷനിൽ കയറാത്തതിൻ്റെ മെയിൻ റീസൺ നമ്മളുടെ റെസ്യൂമിൻ്റെ ലേഔട്ടും നമ്മളുടെ റെസ്യൂമിൻ്റെ സ്ട്രക്ചർ, ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റെസ്യൂം മേക്കിംഗ് വളരെ ക്രൂഷ്യൽ പാർട്ടാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ റെസ്യൂം ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് novoresume.com എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കതിൽ കയറാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇടതുവശത്തായിട്ട് ബിൽഡ് മൈ റെസ്യൂം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഒന്ന് റെസ്യൂം, 2 CV. നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂം ചൂസ് ചെയ്യാം. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CV ചൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രഷറിന് വേണ്ടിയാണ് റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 0 to 5 years ആണ് ചൂസ് ചെയ്യുക, റെസ്യൂമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് താഴെ 3 ഓപ്ഷൻ കാണാം. ഒന്ന് റെസ്യൂം, 2 CV, 3 കവർ ലെറ്റേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ റെസ്യൂം നമ്മൾ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റ്, ട്രഡീഷണൽ, ക്രിയേറ്റീവ്, മോഡേൺ, അങ്ങനെ ഒരുപാട് കാറ്റഗറി നമ്മൾക്കിവിടെ കാണാം. അപ്പോൾ അതിൽ ഞാൻ മോഡേൺ ആണ് എടുക്കുന്നത്. ചിലതെല്ലാം പ്രീമിയം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ളത് മതി, അതുകൊണ്ട് മോഡേൺ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡേൺ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഫോർമാറ്റിൽ ഒരു റെസ്യൂം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി എൻ്റെ മെയിൽ ഇതിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിതിൽ ഗൂഗിൾ മെയിൽ വേണം ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഓൾറെഡി ഒരു ഫോട്ടോ ഇതിൽ കാണാം. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ പേര് കാണാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നല്ലൊരു ഫോട്ടോ ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിന് ഈ ഫോട്ടോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫോട്ടോ നിങ്ങൾ കൊടുത്ത് നല്ലൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ പേരിൻ്റെ അവിടെ സയ്യിദ് PM അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാം. മെയിൻ കോൺടാക്ട്സിൻ്റെ അണ്ടറിലാണ് ഈ ഡീറ്റെയിൽസ്. അതിൽ നിങ്ങൾ മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, കൺട്രി ചൂസ് ചെയ്യുക, സിറ്റി ചൂസ് ചെയ്യുക, അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. അതിന് വലതുവശത്തായിട്ട് നിങ്ങൾ സോഷ്യൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വെബ്സൈറ്റ്, ട്വിറ്റർ, സ്കൈപ്പ്, അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് കാണുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ URL നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ ലിങ്ക്ഡിൻ ഷെയർ ചെയ്യാണ്. എൻ്റെ പേഴ്സണൽ ID URL ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ മെയിൻ കോൺടാക്ട്സും സോഷ്യലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ അക്കൗണ്ട് സെറ്റിങ്സും നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഏതാണോ നിങ്ങൾ കൊടുക്കുക. വലതുവശത്തായിട്ട് ഫാമിലി നെയിം എന്ന് കാണാം. നമ്മളുടെ പേരിനോട് ചേർന്ന് വരുന്ന പേരാണ് ഫാമിലി നെയിം, അതായത് ലാസ്റ്റ് നെയിം. അതുകൊണ്ട് ഞാൻ PM എന്നാണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്.
അതിനുശേഷം പ്രൊഫഷണൽ ടൈറ്റിലാണ് ചോദിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ടൈറ്റിൽ ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ മാർക്കറ്റിംഗ് മാനേജർ എന്നാണ് കൊടുക്കുന്നത്. അതിന് താഴെ നമ്മളുടെ ഷോർട്ട് ആൻഡ് എൻഗേജിങ് പിച്ച് അബൌട്ട് യുവർ സെൽഫ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ റെസ്യൂം അട്രാക്റ്റീവ് ആവണം. റെസ്യൂം ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. വളരെ ഷോർട്ടായിട്ട് നല്ല കണ്ടൻറ്റോട് കൂടി കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ കൊടുക്കുക. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഞാനിവിടെ സ്പെഷ്യലൈസിങ് ഇൻ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് എ സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ടു എൻഗേജ് കസ്റ്റമേഴ്സ്, ഡെവലപ്പ് സെയിൽസ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ കറൻറ്റ് ട്രെൻഡ്സ്, കംഫർട്ടബിൾ വിത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസ്. നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അതേപോലെ നിങ്ങൾ ഇതിൽ കൊടുക്കുക. അതിന് താഴെ വരുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ് കാണാം. നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരു പക്ഷേ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡീഷണലായിട്ട് പഠിക്കുന്ന കോഴ്സുകളും അതേപോലെ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ്, നിങ്ങൾ ചെയ്ത ഇൻറ്റേൺഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കോഡിംഗ് ഹാബിറ്റ്സ് എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ ഞാൻ മാർക്കറ്റിംഗ് മാനേജർ എന്നാണ് കൊടുക്കുന്നത്. വർക്ക് പ്ലേസ് കമ്പനിയുടെ പേരാണ് ചോദിക്കുന്നത്. നമ്മൾ എന്ന് തൊട്ട് എന്ന് വരെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് താഴെ. അപ്പം ഞാനൊരു ഉദ്ദേശ ഡേറ്റ് കൊടുക്കുകയാണ്. അതിന് താഴെ സിറ്റി, കൺട്രി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. പക്ഷേ നിങ്ങളെല്ലാം ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. റെസ്യൂം ഒരിക്കലും ഒരു പ്രത്യേക ഒരു ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിറ്റി ഞാനിപ്പോൾ ഇവിടെ എറണാകുളം കൊടുക്കുകയാണ്. അച്ചീവ്മെൻറ്റ്സ് ടാസ്ക്, നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അച്ചീവ്മെൻറ്റ്സ്, അതും അതേപോലെ എന്ത് ടാസ്കിലാണ് നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിയത്, ടാസ്കും അച്ചീവ്മെൻറ്റാണ് ചോദിച്ചത്. ഞാനിവിടെ ബെസ്റ്റ് മാനേജർ അവാർഡാണ് കൊടുക്കുന്നത് ഉദാഹരണത്തിന്. ഇവിടെ നമുക്ക് ടാസ്ക്കായിട്ട് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിന് താഴെ കോണ്ടാക്ട് പേഴ്സൺ എന്ന് കാണാം. നിങ്ങളുടെ കമ്പനിയിലെ റെഫറൻസായിട്ട് നിങ്ങൾക്ക് ആരെയാണോ വെക്കേണ്ടത് അയാളുടെ കോണ്ടാക്റ്റ് ഇവിടെ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി നിങ്ങൾ ആദ്യം വെക്കുക. താഴെ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളതിന് മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിനി അടുത്ത സെക്ഷനിലേക്ക് പോകണം. എഡ്യൂക്കേഷനാണ്. സ്റ്റഡി പ്രോഗ്രാം, ഞാൻ പഠിച്ച പ്രോഗ്രാം ആണ് ചോദിക്കുന്നത്. അപ്പോൾ MBA ഇൻ മാർക്കറ്റിംഗ്. അതിന് താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നുണ്ട്. SNGCE, ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എൻജിനീയറിംഗ്. അവിടെയാണ് ഞാൻ പഠിച്ചപ്പോൾ കോളേജ് അവിടെ കൊടുത്തു. എന്ന് തൊട്ട് എന്ന് വരെ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ആഡ് ചെയ്യാം. താഴെ സിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. താഴെ കോഴ്സ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതിലാണോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തത്, നിങ്ങളുടെ സ്ട്രീം ഏതാണ്, അതാണ് താഴെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൊടുക്കാം. അപ്പോൾ ഇവിടെ MBA എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവസാനം പഠിച്ചത് ആദ്യം എന്നുള്ള രീതിയിൽ അതിന് മുൻപ് പഠിച്ച നിങ്ങളുടെ ഡിഗ്രി ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. ഹയർ സെക്കൻഡറി പിന്നീട് ആഡ് ചെയ്യാം. ഹൈസ്കൂൾ അതിന് ശേഷം ആഡ് ചെയ്യാം. അങ്ങനെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് സ്കിൽസ് എന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെസ്യൂമിൽ. നമ്മൾ എന്തെല്ലാം സ്കിൽസ് നമ്മൾ കൊടുക്കുന്നോ അതിൻ്റെ ബേസിലൊരു ചോദ്യം ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയാണ്. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ലീഡർഷിപ്പ്. അടുത്ത സ്കില്ല് ലിസണിങ്, സെൽഫ് മോട്ടിവേറ്റഡ്, പ്രസൻറ്റേഷൻ സ്കിൽ,
അടുത്തതിൽ കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾ മനസ്സിലാക്കിയ സ്കില്ല് ഇതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് അടുത്തതായിട്ട് പേഴ്സണൽ പ്രൊജക്ട്സ് എന്ന് കാണാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത പ്രൊജക്ട്സുകൾ. ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊമോഷണൽ സ്ട്രാറ്റജീനെ പറ്റി പഠിക്കും, അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീനെ പറ്റി പഠിക്കും. അങ്ങനെ പല കമ്പനികളുടെ പല മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഫിനാൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ഏതാണോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ജിയോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഏത് വർഷമാണ് പ്രൊജക്റ്റ് ചെയ്തത് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങളുടെ റെസ്യൂമാണ്. നിങ്ങളൊരു ഫ്രഷർ ആകുമ്പോൾ എല്ലാവരും പഠിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്തരാവാം എന്നുള്ള ഘടകം ഈ അച്ചീവ്മെൻറ്റ്സ്, ഈ സ്കിൽസ്, ആ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതുക. ഞാനിവിടെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ്. ഓക്കെ, അത് കൊടുത്തു. രണ്ടാമത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് താഴെ ലാംഗ്വേജസ് കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ മലയാളം കൊടുത്തു. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇംഗ്ലീഷ് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫുൾ പ്രൊഫഷണൽ പ്രൊഫിഷ്യൻസി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മലയാളം 5 കൊടുത്തു, ഇംഗ്ലീഷ് 5 കൊടുത്തു. അവസാനമായിട്ട് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യം ക്രിക്കറ്റ് കൊടുത്തു, രണ്ടാമത് ഫുട്ബോൾ കൊടുത്തു, മൂന്നാമത് റീഡിങ് കൊടുത്തു, 4 മ്യൂസിക്, 5 മൂവീസ്. ഞാനിപ്പോൾ ഒരു 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ റെസ്യൂം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റെസ്യൂമിൻ്റെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിൽ 3 ഓപ്ഷൻ നമ്മൾക്ക് കാണാം. ഫോണ്ട്, തീം, ലേഔട്ട്. അപ്പോൾ ഫോണ്ടിൽ ഒരുപാട് ഫോൺസ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റെയിൽവേ കൊടുക്കുമ്പോൾ മാറുന്ന കാണാം. അതേപോലെ വലതുവശത്ത് തീം കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ തീം മാറുന്നത് കാണാം. നിങ്ങൾ ലിങ്ക്ഡിൻ്റെ ഐക്കൺ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, കളർ മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. സേവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കളറിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. കാരണം ഇവിടെ കുറച്ച് തീം ഓപ്ഷൻ പ്രീമിയം ആണ്, ചിലതാണ് ഫ്രീ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കളർ തന്നെ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഫോൺസ് എല്ലാം ഒന്നിച്ച് വരുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. ഒന്നുകൂടി ഞാൻ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫോണ്ടൊക്കെ ഒന്ന് ബോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ഞെക്കിക്കഴിഞ്ഞാൽ ബോൾഡാവും. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ റെസ്യൂം ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ റെസ്യൂം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ട് നോക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത റെസ്യൂം ലോഡ് ആവുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെസ്യൂം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ടച്ചോട് കൂടി ഒരു റെസ്യൂം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. ഒരു ഓർഡറോട് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസ്യൂം
ഒരു റെസ്യൂം HR അവരുടെ സോഫ്റ്റ്വെയറിൽ ഫിൽട്ടർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ മറ്റുള്ളവരിൽ നിന്നും ഒരു യുണീക്കായിട്ട് നമുക്ക് റെസ്യൂം നിങ്ങളുടെ സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ബിൽഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ പ്രൊഫഷണലാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.